الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب بغتة ثم لا تنصرون ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് വിശ്വാസികളായി കഴിയുന്നത്ര നല്ല മനുഷ്യരായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ലക്ഷത്തിൽ പരം പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചത് ആ പ്രവാചകന്മാരുടെ കൂടെ അത്രയും അതില്ലെങ്കിൽ അതിലധികവും സാലിഹീങ്ങളും അസ്ഹാബികളും ഹവാരികളുമായ ആളുകളെ അല്ലാഹു തആല വളർത്തിയെടുത്തത് ഒരുപാട് പ്രയാസങ്ങളും ത്യാഗങ്ങളും മരണവും രക്തസാക്ഷിത്വവും വരെ ആ നബിമാരും അസ്ഹാബികളും ഹവാരികളും സാലിഹുകളും സഹിക്കാൻ തയ്യാറായത് നല്ല മനുഷ്യരായി ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള സതുപദേശങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ്. ആ സതുപദേശങ്ങൾ സ്വീകരിച്ചത് കൊണ്ടാണ് അവർക്കിതൊക്കെ സഹിക്കേണ്ടി വന്നത്. ആ ഒരു മുഅ്മിനീങ്ങൾ സാലിഹീങ്ങൾ എന്ന ആ ഒരു പദവിയിലേക്ക് അത്രയൊന്നും സഹിക്കേണ്ടതില്ലാത്ത നമ്മളും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും നല്ല വിചാരത്തോടു കൂടിയും ജീവിക്കണം എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഉപദേശിക്കുന്നത്. ആ ഒരു നല്ല ജീവിതത്തിലേക്ക് വരുന്നതിന് തടസ്സമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്നിനും ഒരു ആത്മാർത്ഥത കിട്ടാതിരിക്കുക, ആർക്കോ വേണ്ടി ചെയ്യുന്നു, ആരോ പറഞ്ഞിട്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു ഇഖ്ലാസില്ലായ്മ. ഞാൻ എൻ്റെ റബ്ബിനോട് എനിക്ക് ബാധ്യതയുണ്ട്, എനിക്ക് തിന്നാൻ തരുന്ന കുടിക്കാൻ തരുന്ന ഈ ശരീരം നൽകിയ എൻ്റെ റബ്ബിനെ ഞാൻ ഭയപ്പെടണം, അവനെ ഞാൻ സ്നേഹിക്കണം, അവനെ ഞാൻ അനുസരിക്കണം എന്ന മനസ്സിന്റെ തേട്ടത്തിൽ നിന്ന് ഉണ്ടാകുന്ന
കർമ്മങ്ങൾക്കാണ് അള്ളാഹു പ്രതിഫലം നൽകുക. പക്ഷെ ആ ഒരു ഇഖ്ലാസില്ലായ്മ പൊതുവെ ഈ കാലഘട്ടത്തിൽ ഏതൊരു കാര്യത്തിലും എന്തോ കിട്ടാൻ, എന്തോ ചെയ്തു തീർക്കാൻ, ആർക്കോ വേണ്ടി എന്ന ഒരു അവസ്ഥ വളർന്നു വന്നിട്ടുണ്ട്. അത് നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യം വളരെ ചെറിയതായിരുന്നാൽ പോലും അത് അള്ളാഹുവിൽ നിന്നുള്ള ഇഹ്തിസാബ്, പഠിച്ചവരെന്തെങ്കിലും തരണം, ആൾക്കാരെന്ത് പറയുന്നുവെന്നോ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടോ എന്നതല്ല, അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന ഒരു ഇഖ്ലാസ് നമുക്കുണ്ടാവണം. അതില്ലാത്തതാണ് നമുക്ക് പലപ്പോഴും തടസ്സമായി വരുന്നത്. മറ്റൊന്ന്, കരുതിയിരിപ്പുകളൊന്നുമില്ല, കാലിയാണ് നമ്മുടെ ഖജനാവ് എന്ന് പറഞ്ഞ പോലെ പടച്ചവന്റെ അടുക്കൽ ഒന്നും കൊണ്ടുപോകാനില്ലാതെ മരിച്ചു പോകുന്ന അവസ്ഥ പലപ്പോഴുമുണ്ട്. നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ പലതും ചെയ്യുന്നുണ്ട്. നാളേക്ക് വേണ്ടി നമ്മൾ പലതും അതിൽ കരുതി വച്ചിട്ടുണ്ടോ? ആളു കാണാത്ത, ആരെയും ബോധിപ്പിക്കാത്ത രഹസ്യമായ ദാനധർമ്മങ്ങൾ നമുക്കുണ്ടോ? രഹസ്യമായ അമലുകൾ, അദ്കാറുകളും തസ്ബീഹുകളും പശ്ചാത്താപവും നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അതില്ലാതെ എല്ലാം തൊലിപ്പുറത്തുകൂടി ചെയ്യുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് തടസ്സമായി വരുന്ന ഒരു വലിയ തടസ്സമായിട്ടുള്ളത്. അതുപോലെ അശ്രദ്ധ. നമുക്ക് കേൾക്കാൻ ഇമ്പമായ പലതും ഉണ്ട് നാട്ടിലൊക്കെ, നമുക്ക് കാണാൻ രസകരമായിട്ടുള്ള പലതുമുണ്ട്, നമുക്ക് അനുഭവിക്കാനുള്ള ഒരുപാട് സുഖ ആർഭാടങ്ങളുണ്ട് നാട്ടിൽ. അതുകൊണ്ട് നമ്മുടെ സ്വന്തം ഉത്തരവാദിത്വം, എനിക്ക് എന്നോട്, എൻ്റെ റബ്ബിനോട്, എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ കുടുംബത്തിനോട്, എൻ്റെ നാടിനോട് എനിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യത്തിലുള്ള ശ്രദ്ധയില്ലായ്മ, ഇതാണ് നമുക്ക് തടസ്സമായി വരുന്ന ഒരു തരം അശ്രദ്ധ. മറ്റൊന്ന്, നമ്മളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ കൂടി വരുമ്പോൾ നന്മകൾ കുറഞ്ഞു പോകുന്നു. നന്മകൾ കൂടി വരുംതോറും ഇന്നൽ ഹസനാത്തി യുദ്ഹിബന സയ്യിആത്ത്, തെറ്റുകൾ ഇല്ലാതെയാകുന്നു എന്നതിൻ്റെ മറുവശമാണ് നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ കൂടി വരുമ്പോൾ, വാക്കിലും പ്രവൃത്തിയിലും മഅസിയത്തുകളാണ്, ദുനൂബുകളാണ്, തെറ്റുകളാണ് കൂടുതലുള്ളതെങ്കിൽ ശരി ചെയ്യാനുള്ള അവസരം നമുക്ക് നഷ്ടപ്പെടുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ കീശ കാലിയായി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പാപഭാരങ്ങളുമായി പോകേണ്ടി വരുന്നതാണ്. മനുഷ്യന്മാരെ ബാധിക്കുന്ന പ്രയാസങ്ങൾ, അതുപോലെ നമ്മുടെ കൂട്ടുകാർ, ചീത്ത കൂട്ടുകാർ, നമ്മൾ എത്ര നന്നാവാനും നന്നായി ജീവിച്ചാലും നന്നാവാൻ ശ്രമിച്ചാലും കൂട്ടുകാർക്കിടയിൽ നിന്ന്, ആ കെട്ടിക്കൊടുക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ കൂട്ടുകാരും കുടുംബക്കാരും വലിഞ്ഞു മുറുക്കി നമ്മൾ തെറ്റ് ചെയ്യാൻ വിധേയരായി വരുന്ന മറ്റൊരു തടസ്സമുണ്ട്. ആർഭാടവും സുഖവും ആഹ്ലാദങ്ങളും കൂടി വരുമ്പോൾ അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്വ ബോധം കുറഞ്ഞു വരുന്നുണ്ട്. അതിനൊക്കെ പുറമെ മതം അത് വെറും ഒരു ചങ്ങലകളാണ്, അതങ്ങനെ വിശ്വസിക്കേണ്ടതില്ല. മതവിശ്വാസവും മതത്തിൻ്റെ പേരിൽ പറയുന്നതുമെല്ലാം മനുഷ്യനെ തളച്ചിടാൻ വേണ്ടിയാണ് എന്നിങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ വ്യാപിച്ചു വരുന്നു. അതിനുപോൽഫലകമായി തന്നെ മതത്തിൻ്റെ ആളുകൾ സമൂഹത്തിൽ ചൂഷകന്മാരായി പ്രത്യക്ഷപ്പെടുകയും ചെയ്യുമ്പോൾ മതം ഒരു കറുപ്പാണെന്നോ, അല്ലെങ്കിൽ മതം എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു ആചാരമാണ്, അതിൻ്റെ അപ്പുറം അനുഷ്ഠാനമല്ല എന്നോ തോന്നിപ്പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ തടസ്സങ്ങൾ നീക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ളത്. അതാരും നീക്കി തരില്ല. എത്ര അറിവുണ്ടായാലും അത് നീക്കി കിട്ടുകയില്ല. നമ്മൾ നമ്മളെപ്പറ്റി തന്നെ ചിന്തിച്ച് നമ്മിലേക്ക് മടങ്ങുകയാണ് നമ്മൾ വേണ്ടത്, നമ്മുടെ തടസ്സങ്ങൾ നീക്കാൻ. മനുഷ്യന് പല അവസ്ഥകളുമുണ്ട്. നല്ല സുഖവും സന്തോഷവുമുള്ള അവസ്ഥയുണ്ട്. സാമ്പത്തികമായി പ്രശ്നമില്ല, ആരോഗ്യമാണ്, ഓടാനും ചാടാനൊക്കെ കഴിയും, അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. എന്നാൽ ഒന്നിനും കഴിയാതെ മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കുന്ന
ദൗർബല്യത്തിൻ്റെയും അശക്തിയുടെയും അതുപോലെ മോശപ്പെട്ട രോഗാവസ്ഥയും മനുഷ്യരുണ്ടാവാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ കരുതി വെക്കണം നിങ്ങളുടെ സുഖ സന്തോഷമുള്ള സന്ദർഭത്തിൽ എന്ന്. തഅറഫ് ഇലല്ലാഹി ഫിർറഖാ യഅരിഫുക ഫിശ്ശിദ്ദ. എല്ലാ മനുഷ്യനും ചിലപ്പോൾ രോഗിയായി കിടക്കേണ്ടി വരും, ചിലപ്പോൾ ദുർബലനാവും, ചിലപ്പോൾ ദരിദ്രനാവും, വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങില്ല. അങ്ങനെയുള്ള ഒരു ഇരുണ്ട ഇഷ്ടമില്ലാത്ത ഒരു മറുവശം എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകും. ആ മറുവശം വരുന്നതിന് മുമ്പ് ആയുസ്സും ആരോഗ്യവുമുള്ള കാലത്ത് നന്മകൾ ചെയ്ത് വെക്കണം എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. തഅറഫ് ഇലല്ലാഹി ഫിർറഖാ. ആരോഗ്യവും സൗകര്യവും എല്ലാം ഉള്ളപ്പോൾ അള്ളാഹുവിലേക്ക് കൂടുതൽ മടങ്ങുക, അള്ളാഹുവിനെ കൂടുതൽ അറിയുക, കൂടുതൽ ആരാധനാ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, കൂടുതൽ നന്മകൾ ചെയ്യുക. ആരോഗ്യവും ഊക്കും ഉടുക്കും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു ജീവിതം നമ്മൾ ശീലിച്ചു വന്നാൽ രോഗമായി കിടക്കുമ്പോൾ നിരാശയില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, വെപ്രാളമില്ലാതെ, കുറച്ചുകൂടി ജീവിക്കണം എന്ന ആർത്തിയില്ലാതെ അള്ളാഹു മരിപ്പിക്കുകയാണെങ്കിൽ സുഖമായി മരിക്കാം, ഉള്ള കാലത്ത് ചെയ്തിട്ടുണ്ടല്ലോ എന്ന സമാധാനത്തോടുകൂടി നമുക്ക് മരിക്കാൻ കഴിയും. രണ്ടാമത്തെ മനുഷ്യനൊരവസ്ഥയാണ് ആരോഗ്യം കഴിഞ്ഞു മരിച്ചിട്ടുമില്ലാത്ത ഒരവസ്ഥ. അവരെ കുറേ ആളുകളെ നമ്മൾ ആശുപത്രിയിൽ കാണാം. അവർക്ക് എഴുന്നേറ്റ് നടക്കാനും ഓടിച്ചാടാനുമുള്ള ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി. എന്നാലോ മരിച്ചിട്ടുമില്ല, ആശുപത്രികളിലായും രോഗത്തിൻ്റെ കിടക്കുകളിലായും വീടുകളിലായും ജനങ്ങളുടെ പരിചരണത്തിലും അവരുടെ സംരക്ഷണത്തിലും പലപ്പോഴും ആളുകൾക്ക് ഭാരമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. നമ്മൾ ചുറ്റുഭാഗത്തും കാണുന്നുണ്ട്. എത്ര കാലമായി രോഗിയായി കിടക്കും, ഇങ്ങനൊരവസ്ഥ. ഈ അവസ്ഥയിൽ നമ്മൾ ആരായിരിക്കണം എന്ന് ഇപ്പോൾ നമ്മൾ ചിന്തിച്ച് അതിനൊരു പ്ലാൻ കണ്ടെത്തണം. എനിക്ക് മര്യാദക്ക് നമസ്കരിക്കാൻ പറ്റാത്തൊരവസ്ഥ, നല്ല ബോധമില്ലാത്തൊരവസ്ഥ, ഞാൻ ആകെ കൂടി തളർന്നു പോയൊരവസ്ഥ, വിചാരിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ആ അവസ്ഥയിൽ എനിക്ക് ജീവനുണ്ട്. ആ ജീവൻ ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഴിയുന്നത്രയും പ്രവർത്തിച്ചും ചെയ്തും കൊണ്ട് കണ്ണു ചിമ്മണം. ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു അവസ്ഥ, രോഗിയായി കിടക്കുന്ന ഒരവസ്ഥ. അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ നമുക്ക് ചില ബാധ്യതകളുണ്ട് എന്ന് ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ചു വെക്കണം. അതുപോലെ നമ്മുടെ രോഗികളോട്, രോഗിയുടെ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ചില ബാധ്യതകളുണ്ട് എന്ന് പഠിച്ചു വെക്കണം. ഒന്നാമതായി ക്ഷമ തന്നെയാണ്. ജീവിതത്തിൽ ക്ഷമ കൈക്കൊള്ളുക. എന്ത് പ്രയാസങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിലും അതിനെ ക്ഷമിച്ച് നേരിടാൻ അള്ളാഹു തന്നതാണ് എന്ന ക്ഷമ കൈക്കൊള്ളാനുള്ള ശീലം ഇപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ആരോഗ്യമുള്ള കാലത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, മാ യസാലുൽ മുഅ്മിനു മാ യസാലുൽ ബലാഹു ബിൽ മുഅ്മിനി വൽ മുഅ്മിന ഫീ നഫ്സിഹി വവലദിഹി വമാലിഹി ഹത്താ യൽഖല്ലാഹ വമാ അലൈഹി ഖതീഅ. ഒരു സത്യവിശ്വാസിക്ക് അവന്റെ ശരീരത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടായി, പരീക്ഷണങ്ങളുണ്ടായി, അല്ലെങ്കിൽ അവന്റെ സമ്പത്തിൽ പരീക്ഷണങ്ങളുണ്ടായി, ദാരിദ്ര്യക്കുരുക്കിലേക്ക് നീങ്ങി, അല്ലെങ്കിൽ രോഗാവസ്ഥയിലേക്ക് നീങ്ങി, അതല്ലെങ്കിൽ അവന്റെ മക്കളിൽ സുഖവും സന്തോഷമൊക്കെ കഴിഞ്ഞ് മക്കളുടെ കാര്യത്തിൽ അവന് വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. ഇങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങളുടെ മുമ്പിൽ ക്ഷമിക്കാൻ ചെറുപ്പത്തിലെ ശീലിച്ചു വന്നാൽ, ആരോഗ്യമുള്ളപ്പോഴേ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിധിയിൽ ഇഷ്ടപ്പെടണം. അങ്ങനെ ശീലിച്ചു വന്നാൽ ഹത്താ യൽഖല്ലാഹ വമാ അലൈഹി ഖതീഅ, അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുക, മരണത്തെ കണ്ടുമുട്ടുക, ഒരു പാപവും ഇല്ലാതെയായിരിക്കും. അപ്പൊ നമുക്ക് രോഗം വരുന്നത് ഇഷ്ടമില്ല, ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും നമ്മൾ ആഗ്രഹിക്കാതെ നമുക്ക് രോഗം വന്നാൽ, നമ്മൾ ആഗ്രഹിക്കാതെ നമുക്ക് ദാരിദ്ര്യം വന്നാൽ, നമ്മൾ ആഗ്രഹിക്കാതെ നമ്മുടെ കുടുംബത്തിലും മക്കൾക്കും ബുദ്ധിമുട്ടുകൾ വന്നാൽ, അതിനെ നേരിടാനും ക്ഷമിക്കാനും അള്ളാഹുവിലേക്ക് തവക്കുലാക്കാനുമുള്ള ശീലം നമ്മൾ നമ്മുടെ മനസ്സിൽ വളർത്തിയെടുത്താൽ പാപമൊന്നുമില്ലാതെ മരിച്ചു പോകാൻ കഴിയും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത്. അംറാദു തഹുത്തുൽ ഖതായ
കമാ തഹുത്തു ശജറത്തു ഔറാഖഹ. ചില കാലാവസ്ഥകളിൽ, ശിശിരകാലങ്ങളിൽ മരം പൊഴിക്കുന്ന പോലെ, മരങ്ങൾ ഇല പൊഴിക്കുന്ന പോലെ രോഗം വന്ന ആളുകൾക്ക് അവരുടെ പാപങ്ങൾ അല്ലാഹു തആല ഇല കൊഴിഞ്ഞു വീഴുന്ന പോലെ ഇല്ലാതെയാക്കി കളയും രോഗങ്ങൾ. എനിക്ക് രോഗം വരണ്ട എന്ന് ആഗ്രഹിക്കാൻ നമുക്ക് കഴിയണം, പ്രാർത്ഥിക്കണം. അതിനുള്ള നമ്മുടെ ഭക്ഷണക്രമങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം, കാലാവസ്ഥകളിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്, അപകടത്തിലാവരുത്, പ്രയാസമായി എവിടെയെങ്കിലും കിടക്കരുത്. അതിനൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കണം. എന്ത് കാര്യത്തിലും, ഓരോ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും കാലാക്കെടുതികളും കാലാവസ്ഥകളും ഒക്കെ മാറി വരുന്ന കാലത്ത് ഭക്ഷണ രീതികൾ കൊണ്ട് മനുഷ്യൻ രോഗികളാവുന്ന ഒരുപാട് അവസ്ഥകളുണ്ട്. ആവും കാലത്ത് കിട്ടുന്നതൊക്കെ തിന്നും, കാണാൻ വർണ്ണമുള്ളതും കൊതിയുള്ളതും കാശ് കൊടുത്ത് തിന്നുന്ന ഒരു അവസ്ഥ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ശരീരത്തിൽ. എന്നാലും അഥവാ ഞാൻ രോഗിയാകുകയാണെങ്കിൽ എൻ്റെ പാപങ്ങൾ പൊറുക്കാനുള്ള ഒരു ഇടമാണ് ഈ രോഗിയുടെ കട്ടിൽ, ഈ ആശുപത്രി കിടക്കകൾ, അല്ലെങ്കിൽ വീട്ടിലെ ഈ രോഗശയ്യ എന്ന് തീരുമാനിച്ചുകൊണ്ട് രോഗം കൊണ്ട് പാപമോചനം നേടുന്നവരായി മാറണമെങ്കിൽ നമ്മൾ ക്ഷമയുടെ കൃത്യമായ പാഠം പഠിച്ചുകൊണ്ട് വേണം. ഇന്നൽ അബ്ദ, നബി പറയുന്നുണ്ട്, ഇന്നൽ അബ്ദ ഇദാ സബഖത് ലഹു മിനല്ലാഹി മൻസില ലം യബ്ലുഹു. അല്ലാഹു തആല ഒരു മനുഷ്യനെ ഉന്നതമായ മഹാന്മാരുടെ സാലിഹീങ്ങളുടെ സ്ഥാനത്തേക്ക് ഉയർത്താൻ വിചാരിക്കുകയും ആ ഉയർത്താൻ വേണ്ടി അവന്റെ സൽക്കർമ്മങ്ങൾ കൊണ്ട് അവന് സാധിക്കാതെ വരികയും ചെയ്താൽ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ അവൻ മഹാന്മാരുടെ സ്ഥാനത്താണ്, പരലോകത്ത് നല്ലവരുടെ സ്ഥാനത്താണ്. പക്ഷെ അതിന് മാത്രം അമല് ചെയ്തിട്ടില്ലെങ്കിൽ ഇബ്തലാഹുല്ലാഹു ഫീ ജസദിഹി ഔ മാലിഹി ഔ ഉൽദിഹി, അല്ലാഹു തആല അവന് രോഗങ്ങൾ കൊടുക്കും, അവന് ദാരിദ്ര്യം കൊടുക്കും, പ്രയാസങ്ങൾ കൊടുക്കും. എന്നിട്ട് അതിൽ അവൻ പരീക്ഷിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തവന്റെ കൂടെ ഉന്നത സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അപ്പോൾ നമ്മൾ ക്ഷമയുടെയും ശരിയായ യഥാർത്ഥ ബോധവും ജീവിതത്തിൽ ആവും കാലത്ത് നിലനിർത്തിയാൽ തീർച്ചയായും ആവാത്ത കാലത്തും പ്രയാസ കാലഘട്ടങ്ങളിലും നമുക്ക് ജീവിക്കാനും അതിജീവിക്കാനും അള്ളാഹുവിലേക്ക് അടുക്കാനും സാധിക്കും. മറ്റൊന്ന്, അള്ളാഹു ഗഫൂറുർ റഹീമാണ്, പൊറുക്കുന്നവനാണ്. അള്ളാഹു പരമകാരുണികനാണ്. ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ളന്ന ബില്ലാഹ്. അള്ളാഹുവിനെ പറ്റി നല്ല വിചാരത്തോടു കൂടിയല്ലാതെ മരിക്കാൻ പാടില്ല. നിങ്ങൾ ഒരിക്കലും മരിക്കാൻ ഇടവരരുത്. അതുകൊണ്ട് അള്ളാഹുവിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കണം. അള്ളാഹു എന്നെ രക്ഷിക്കും, ഞാൻ അള്ളാഹുവിനോട് എതിര് ചെയ്തിട്ടില്ലല്ലോ, ഞാൻ കരുതിക്കൂട്ടി രഹസ്യമായി തെറ്റുകൾ ചെയ്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ചെയ്യുന്നില്ലല്ലോ, ഉണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടല്ലോ, ഞാൻ പശ്ചാത്തപിച്ചിട്ടുണ്ടല്ലോ എന്ന ഒരു അഹംബോധം നമുക്കുണ്ടാവണമെങ്കിൽ ആ നിലയ്ക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റണം. ശഹവാത്തുകളിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. നാളേക്ക് വേണ്ടി വല്ലതും കരുതി വെക്കണം. അതോടൊപ്പം അതിൻ്റെ ചികിത്സകളാണെങ്കിൽ, മറ്റു കാര്യങ്ങളാണെങ്കിൽ ശ്രദ്ധകൾ, നമ്മുടെ മുമ്പിൽ എല്ലാ കാര്യത്തിലും ശ്രദ്ധ വേണം. അള്ളാഹുവിലേക്ക് അദ്കാറുകൾ കൊണ്ടും തസ്ബീഹുകൾ കൊണ്ടും കാവലും ചോദിക്കണം അള്ളാഹുവിനോട്. പല ദുരന്തങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ അദ്കാറുകൾക്ക് സാധിക്കും, രക്ഷപ്പെടുത്താൻ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് തുടങ്ങിയ അദ്കാറുകൾ, അദ്കാറുസ് സബാഹ് അദ്കാറുൽ മസാഅ്, രാവിലെയും വൈകുന്നേരം ചെല്ലുന്ന ദിക്റുകളിൽ നിന്ന് കൊണ്ട് അല്ലാഹു തആല മനുഷ്യനെ പല അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും മാറ്റി രക്ഷപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ രോഗിയായി കിടക്കുമ്പോൾ നമുക്കൊരു നല്ല രോഗാവസ്ഥ ഉണ്ടാവണമെങ്കിൽ, പടച്ചവനിലേക്ക് കൂടുതൽ അടുക്കുന്ന ഒരു രോഗാവസ്ഥ ഉണ്ടാവണമെങ്കിൽ ആവും കാലത്ത് നന്മകൾ കരുതി വെക്കണം. രോഗിയായി കിടക്കുമ്പോൾ വെപ്രാളവും ജീവിതം കഴിഞ്ഞല്ലോ, എന്റെ സുഖം കഴിഞ്ഞല്ലോ എന്ന വെപ്രാളമല്ല, എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഈ രോഗശയ്യ എന്ന ഒരു തോന്നലിലേക്ക് നമ്മളെ ഇടങ്ങളെ മാറ്റുകയും അതുപോലെ കടങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും കൊടുത്തു വീട്ടാനുള്ള മനസ്ഥിതി ഉണ്ടാവുകയും ചെയ്താൽ തീർച്ചയായും ഒരു നല്ല മനുഷ്യനായി മാറാൻ അള്ളാഹു ഒരുപാട് തടസ്സങ്ങൾ നീക്കിത്തരും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ.
അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ നല്ലതിലൊക്കെ നന്നായി ജീവിച്ചു പോന്നിരുന്ന ആളുകൾ പോലും രോഗിയായി കിടന്നാൽ ആയാതി കാര്യങ്ങളൊക്കെ വിട്ട് മറന്ന് ആകെ കൂടി ഒരു നിരാശയും വെപ്രാളവും അതിലേക്ക് പോകുന്ന ഒരവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. അത് നമുക്കുണ്ടാവണം. അതില്ലാതിരിക്കണമെങ്കിൽ ആ ഒരു ശീലം, അദ്കാറുകളുടെ ശീലം, ഇബാറത്തുകളുടെ ശീലം, പശ്ചാത്താപത്തിന്റെ ശീലം, അത് നമ്മുടെ നാവിലും നമ്മുടെ മനസ്സിലും നമ്മൾ ജീവിതകാലം മുഴുവനും കാത്തു സൂക്ഷിച്ചാൽ നമുക്ക് കഴിയാത്ത നാവനക്കാനേ പറ്റുള്ളെങ്കിൽ പോലും ആ പഴയ ശീലം അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുമ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ നമുക്ക് സാധിക്കും. പലപ്പോഴും രോഗികളെ സംരക്ഷിക്കുന്നവർക്കുമുണ്ട് ചില ബാധ്യത. എങ്ങനെയെങ്കിലും രോഗം മാറ്റി കിട്ടണം, ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കിട്ടണം, എങ്ങനെയെങ്കിലും ഇവിടുന്ന് പഴയ മാതിരി ആയി കിട്ടണം എന്ന് എല്ലാവരും ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം, ഒക്കെ ശരിയല്ല. പക്ഷേ രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് അവർ നമസ്കരിക്കാൻ മറന്നുപോയിട്ടുണ്ടാകും. അവർക്ക് ഒന്നും എടുക്കാൻ കഴിയണമെന്നില്ല, അവർക്ക് വെള്ളം തട്ടാൻ കഴിയണമെന്നില്ല, അവർക്ക് അനങ്ങാൻ കഴിയണമെന്നില്ല, ചെരിച്ചു കിടക്കാൻ കഴിയണമെന്നില്ല, കിടക്കാൻ കഴിയണമെന്നില്ല, ചെരിഞ്ഞു കിടക്കാൻ കഴിയണമെന്നില്ല. പല പ്രയാസങ്ങളും ഉണ്ടാവും. രോഗികളെ സംരക്ഷിക്കുന്നവർക്ക് നല്ല ചികിത്സ ഉറപ്പുവരുത്തുക മാത്രമല്ല, അവരെ അതത് സമയങ്ങളിൽ അവരെ കൊണ്ട് എങ്ങനെ കഴിയുന്നു അങ്ങനെ അവരെ കൊണ്ട് നമസ്കരിപ്പിക്കാൻ നമുക്ക് കഴിയണം. അവർക്ക് എന്തെല്ലാം നല്ല സമാധാനമുള്ള വാക്കുകൾ പറഞ്ഞു കൊടുക്കാമോ അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അവർക്ക് നല്ലത് കേൾപ്പിക്കണം. അവരോട് കൂടുതൽ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും മയത്തിലും കാരുണ്യത്തോടുകൂടി അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി പറയണം. നിരാശയുടെയും ദുരിതത്തിന്റെയും വാക്കുകളല്ല, അവർക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത്, അഥവാ ഇതാണ് ജീവിതത്തിന്റെ അവസാനമെങ്കിൽ നല്ല നിലയ്ക്ക് മരിക്കാനുള്ള അവസരം, ഇബാറത്തുകൾ ചെയ്യാനുള്ള അവസരം, എല്ലാ ബാധ്യതകളും തീർക്കാനുള്ള അവസരം അവർക്കൊരു പക്ഷേ അവർക്ക് കഴിയണമെന്നില്ല, നമ്മളാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടങ്ങളും നമ്മൾ അഭിമുഖീകരിക്കും. ആ സമയങ്ങൾ നമ്മളത് ഉപയോഗപ്പെടുത്തണം. അതിനുള്ള ശ്രദ്ധ ഉണ്ടാവണമെങ്കിൽ, ആ സമയത്ത് ആ ശ്രദ്ധ ഉണ്ടാവണമെങ്കിൽ മരണവെപ്രാളത്തിൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെല്ലാനുള്ള ഒരു നാവും ഒരു മനസ്സും നമ്മുടെ മനസ്സിൽ നമ്മുടെ ജീവൻ ബാക്കി കിടക്കുന്ന ഒരു അല്പമെങ്കിലും ജീവൻ ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലണമല്ലോ എന്നൊരു തോന്നലുണ്ടാകണമെങ്കിൽ നല്ല കാലത്ത് ആ അടിസ്ഥാനത്തിൽ ജീവിച്ച് വളർന്നു പോകണം. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തെ അള്ളാഹു തആല നന്നാക്കി തീർക്കുമാറാവട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ പാവങ്ങളായ നമ്മുടെ ദീന് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക്, അതിൽപ്പെട്ട പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾക്ക് അതിൽ സഹായിക്കണം. ഒന്നുകിൽ ആ ബക്കറ്റിലിടുക, അല്ലെങ്കിൽ ആ ചുമരിൽ രണ്ട് ഭാഗത്തും QR കോഡുകളുണ്ട്. അതിൽ നിങ്ങളുടെ ഒരു സഹായം കൊടുത്താൽ അവർക്കൊരു ചെറിയ കൊച്ചു കൂരകളെങ്കിലും കടന്നുറങ്ങാൻ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. 10-14 നമ്മൾ ഉണ്ടാക്കി പണി പൂർത്തിയാക്കി താമസിക്കാൻ താക്കോല് കൊടുത്തിട്ടുണ്ട്. 10-24 ഇപ്പോൾ പണി ദ്രുതഗതിയിൽ ഈ വർഷക്കാലത്തിന് മുമ്പ് തീരണമെന്ന് വിചാരിച്ചതാണ്, തീർന്നിട്ടില്ല. അത് തീരാനുള്ള സംവിധാനങ്ങളായിട്ടുണ്ട്. പക്ഷെ അതിലേറെ ഇനിയും ആളുകൾ വരിയിൽ കാത്തിരിക്കുന്നുണ്ട്. ഒരു കിടപ്പാടം കാത്തി അവർക്ക് ഒരു കല്ലെങ്കിലും, അല്ലെങ്കിൽ ഒരു ചാക്ക് സിമന്റെങ്കിലും, അല്ലെങ്കിൽ ഒരു ചെറിയ ഇടമെങ്കിലും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങളൊക്കെ സഹായിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അല്ലാഹു തആല നമ്മയും സഹായിക്കുമാറാവട്ടെ. നമ്മയും അല്ലാഹു തആല സാലിഹീങ്ങളുടെയും സ്വാദാക്കളുടെയും അമ്പിയാക്കളുടെയും സിദ്ദീഖുകളുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല മാപ്പാക്കി തരുമാറാവട്ടെ.
രോഗികളും കഷ്ടപ്പെടുന്നവരുമായ ആളുകൾക്ക് അള്ളാഹു തആല ശാന്തിയും ശമനവും സമാധാനവും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر للمؤمنين والمؤمنات آمين برحمتك يا رب العالمين.